ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കിഡ്സിനുള്ളൊരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മെറ്റലിൻ്റെ ബേസാണ്. പിന്നെ ഇതേപോലത്തെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്രാഫ്റ്റ് ഷോപ്പിലും ലഭിക്കും. ഇത് പൈപ്പ് ക്ലീനർ എന്നാണ് പറയുന്നത്. ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് പൈപ്പ് ക്ലീനർ എന്നാണ് ഇതിൻ്റെ പാക്കിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് മുഴുവനായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ അടുത്തൊരു പീസ് എടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മുഴുവനായും ചുറ്റിയെടുക്കുക. വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലാവുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലേ ചെയ്യുന്നത് ഓരോന്നും മനസ്സിലാവുകയുള്ളൂ. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. 3 പീസ് വെച്ച് 12 പീസാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അതേപോലെ റെഡ് കളറിലും സെയിം മെഷർമെൻറ്റിൽ 12 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മടക്കിയെടുത്ത് ഒരു ലീഫ് പോലെ ഉണ്ടാക്കാം. ഇതേപോലെയാണ് മടക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. കട്ട് ചെയ്ത എല്ലാ പീസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റെമ്മ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മടക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇവിടെയും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇത്ര വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ഒരു 3 പീസ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ 3 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവ 3 തമ്മിൽ ഒട്ടിച്ചെടുക്കുവാനാണ് പോകുന്നത്. മൂന്നും ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒരെണ്ണം കൂടി ചുറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റെം റെഡിയായിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്ത സ്റ്റെമ്മും കൂടി റെഡിയാക്കി എടുക്കാം. ഇതും റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയുള്ള ഒരു പീസ് ചുറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഈ പൈപ്പ് ക്ലീനർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം.
ഇതുപോലത്തെ 2 പീസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇനി അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു പീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അളവിലും നമുക്ക് 2 പീസാണ് വേണ്ടത്. അടുത്തത് വേറൊരു കളറിൽ അതിനേക്കാളും ചെറിയൊരു റൗണ്ടാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. അതും 2 പീസാണ്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലത്തെ 2 ഐസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതുപോലൊരു പീസ് എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു 4 പീസാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് സമയം പിടിച്ച് നിന്നില്ലെങ്കിൽ ഇളകിപ്പോരും. ഇനി ഇതിൻ്റെ നടുവിലായി ഇതും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ഇത് മുഴുവനായി ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പോം ഇതിൻ്റെ നടുവിലായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു ചെറിയ പീസ് ഇതേപോലെ വളച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായി 2 പേൾ ബീഡ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.